വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നിങ്ങൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ശരീരത്തിലെ താപനിലയിൽ ഉണ്ടാകുന്ന 3 പ്രധാനപ്പെട്ട മാറ്റങ്ങളെ പറ്റിയിട്ടാണ്. ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ബോഡി ടെമ്പറേച്ചറിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നത് പ്രഗ്നൻസി സമയത്ത് ഉണ്ടാകുമോ ചേച്ചി എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിത് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ തല മുതൽ പാദം വരെയുള്ള ഓരോ ഭാഗത്തും നിങ്ങൾ പ്രഗ്നൻ്റ് ആകുമ്പോഴേക്കും അതിനനുസരിച്ച് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഇതേ വ്യത്യാസങ്ങൾ നിങ്ങളുടെ ശരീരത്തിലെ താപനിലയിലും പ്രകടമാകുന്നത്, വിസിബിളായിട്ട് പ്രകടമാകുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ ഉണ്ടാവുന്നതിലെ ഫസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ബോഡി ടെമ്പറേച്ചർ വർദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിലെ ഊഷ്മാവിന്റെ ലെവലിൽ വ്യത്യാസം വരിക. നമുക്ക് പനി ഉണ്ടാവില്ലേ, പനി ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ശരീരം ഒന്ന് ചൂടാകുന്നത് പോലെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ, അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് അനുഭവപ്പെടുന്നത്. പലരും വിചാരിക്കും ഒരു പനി കൊണ്ടായിരിക്കും അങ്ങനെ ഉണ്ടാവുന്നത്, അതിന്റെ പനിയുടെ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നത് കൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് വരുന്നതെന്ന് പലരും അസ്യൂം ചെയ്യാറുണ്ട്. മെയിനായിട്ട് പ്രഗ്നന്റ് ആകുന്ന ഒരു സ്ത്രീക്ക് ശരീരത്തിലെ ബോഡി ടെമ്പറേച്ചറിൽ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ചെറിയൊരു ഡിപ്പ് ഉണ്ടാകും, അതായത് ടെമ്പറേച്ചർ ഒന്ന് ഡൗൺ ആകും. അതിനുശേഷം നമ്മളുടെ ശരീരത്തിൽ കൂടുന്ന പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഭാഗമായിട്ട് ശരീരത്തിലെ ബോഡി ടെമ്പറേച്ചറിൽ വ്യത്യാസം ഉണ്ടാകും. ഇപ്പൊ പ്രൊജസ്ട്രോണിന്റെ ഒക്കെ ഹോർമോൺ സപ്ലിമെന്റ്സ് എടുക്കുന്നവർക്കൊക്കെ ഈ വ്യത്യാസമൊക്കെ അവർ മെഡിസിൻ എടുക്കുന്ന സമയത്ത് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ ശരീരത്തിൽ കൂടുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു കാരണമെന്ന് പറയുന്നത് ഹൈപ്പോ തൈറോയിഡിസം ആണ്. തൈറോയ്ഡ് ഹോർമോണിന്റെ വർക്ക് ചെയ്യാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. മൂന്നാമത് ഇങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം നൈറ്റിൽ നമുക്ക് ഉണ്ടാവുന്ന ഉറക്കക്കുറവാണ്. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് പല സ്ത്രീകൾക്കും അത് അതിന്റെ സ്ലീപ്പിനെ അഫക്ട് ചെയ്യാറുണ്ട്. ചിലവരൊക്കെ 10 മണിക്ക് കിടന്നാലും ചിലപ്പോൾ ഉറങ്ങുന്നത് 1 മണിക്കായിരിക്കും. 1 മണിക്ക് ഉറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ 6 മണിക്ക് എഴുന്നേക്കേണ്ടി വരും. അപ്പൊ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ 5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 6 മണിക്കൂറൊക്കെ ഹാർഡ്ലി അവർക്ക് ഉറക്കം കിട്ടുകയുള്ളൂ. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സ്ത്രീകൾക്കാണെങ്കിലും നോർമൽ ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിലും 7 to 8 മണിക്കൂറെങ്കിലും നമുക്ക് കൃത്യമായിട്ട് സ്ലീപ്പ് കിട്ടണം. ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഓരോ പ്രവർത്തനങ്ങളെ അത് ഒരുപാട് സാരമായിട്ട് തന്നെ ബാധിക്കും. അപ്പോൾ അങ്ങനെ സ്ലീപ്പ് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലെ ബോഡി ടെമ്പറേച്ചർ കൂടാനായിട്ട് സാധ്യതയുണ്ട്. സ്ലീപ്പ് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ കൂടി തന്നെ നിങ്ങൾക്ക് പ്രൊജസ്ട്രോൺ ഹോർമോൺ ശരീരത്തിൽ കൂടുമ്പോഴേക്കും ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഞാൻ ഒരുപാട് ഫേസ് ചെയ്ത കാര്യമായിരുന്നത്. കാരണം എനിക്ക് ഭയങ്കര ചൂടായിരുന്നു, എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു. കിടക്കാൻ നേരത്തൊക്കെ മേല് കഴുകിയിട്ട് കിടന്നാലും AC കിട്ടാലും ഒന്നും പറ്റില്ല. കാരണം റൂം ഒന്ന് തണുക്കാനായിട്ടുള്ള സമയം എനിക്ക് കൊടുക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് ഇറിറ്റേഷൻ ആയിരുന്നു ഫസ്റ്റ് പ്രഗ്നൻസിയുടെ സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബോഡി ടെമ്പറേച്ചർ ജസ്റ്റ് ഒന്ന് കൂടുന്നുണ്ടെങ്കിൽ കൂടി തന്നെ പലരും ഡോളോ യൂസ് ചെയ്യാറുണ്ട്. പനിയായിട്ടായിരിക്കും, അല്ലെങ്കിൽ പനി വരാൻ പോകുന്നതിന്റെ ലക്ഷണമായിരിക്കും. സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൺട്രോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പലരും ഡോളോ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. നമ്മൾ ചെറുതായിട്ടൊരു ടെമ്പറേച്ചർ നമുക്ക് കൂടുന്നുള്ളെങ്കിൽ അത് പനി വന്നതിന്റെ ആയിരിക്കില്ല, പ്രഗ്നൻസി ആയതിന്റെ ആകാനായിട്ടും ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ കൂടുതലായിട്ടൊന്നും ഡോളോ കഴിക്കരുത്. പ്രഗ്നൻസി സമയത്ത് ഒട്ടും തന്നെ ഡോളോ കഴിക്കാൻ പാടില്ല എന്നല്ല, നമ്മൾ കൃത്യമായിട്ടുള്ള ഡോസേജിൽ അത് എടുക്കുക. ചിലവരുണ്ട് ഒന്നും പനി വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഡോളോ എടുക്കും. അങ്ങനെ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ശരിക്കും നമുക്ക് ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ മാത്രം, നമുക്ക് തൊട്ട് നോക്കിയിട്ട് ചൂടുണ്ട്, വേറൊരാളോട് തൊട്ട് നോക്കിയിട്ട് ആ ചൂടുണ്ടല്ലോ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ടെമ്പറേച്ചർ വെച്ച് നോക്കി കഴിയുമ്പോഴേക്കും അങ്ങനെയുള്ള അവസ്ഥയിൽ മാത്രം നിങ്ങൾ ഡോളോ എടുത്താൽ മതി കേട്ടോ. എക്സസ് ആയിട്ട് ഒരു മെഡിസിനും ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾ എടുക്കാനായിട്ട് പാടില്ല. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കുണ്ടാവുന്നത് എക്സസ് ആയിട്ടൊരു സ്വെറ്റിംഗ് നമുക്ക് അനുഭവപ്പെടുക. അതായത് നമ്മൾ ഭയങ്കരമായിട്ട് വേർക്കുക. നൈറ്റ് സമയത്ത്, അതായത് നമ്മൾ രാത്രി സമയത്തൊക്കെ ആയിരിക്കും ഈ ഒരു തണുപ്പെന്നല്ല, നമുക്ക് വേർക്കൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നത്. ബോഡി ടെമ്പറേച്ചർ കൂടുക എന്നുള്ളത് പറയുന്നത് സെപ്പറേറ്റ് ഒരു ലക്ഷണമാണെങ്കിൽ ഈ വേർത്തിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വേറൊരു ബോഡി ടെമ്പറേച്ചറിൽ വരുന്നൊരു വ്യത്യാസമാണ്. നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുമ്പോഴേക്കും, ചെറുതായിട്ടൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ തന്നെ നമ്മളിങ്ങനെ വേർത്തൊളിച്ച് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഈ പ്രധാനമായിട്ടും ഇങ്ങനെ ഉണ്ടാകുന്നത് ഈ ഒരു സിറ്റുവേഷനിലാണ്. നമ്മളുടെ ഹോർമോൺസിലെ വ്യത്യാസവും അതുപോലെ തന്നെ നിങ്ങൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതും എക്സസ് ആയിട്ട് നിങ്ങളുടെ ശരീരത്തിൽ തണുപ്പ് അനുഭവപ്പെടുന്നതിനുള്ള കാരണമാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഒരുപാട് സ്പൈസസ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ മസാലാസും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കരമായിട്ടൊരു തണുപ്പ് ഫീൽ ചെയ്യുക. അതായത് ഫാൻ ഒന്നും ഇടേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. നമുക്ക് പനി വരുമ്പോഴേക്കും ശരീരത്തിൽ ചെറുതായിട്ടൊരു തണുപ്പ് ഫീൽ ചെയ്യില്ലേ, ഒന്നും ഫാനൊന്നും വേണ്ട, AC ഒന്നും വേണ്ട, അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവില്ലേ. ആ ഒരു തരത്തിലുള്ള വ്യത്യാസവും നിങ്ങൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ബോഡിയിൽ ഉണ്ടാകും. എക്സസ് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ, അതായത്
നോർമലി ഉണ്ടായിരുന്ന ബ്ലഡ് സർക്കുലേഷൻ അപേക്ഷിച്ച് 30% അല്ലെങ്കിൽ 40% വരെ ബ്ലഡ് സർക്കുലേഷൻ കൂടാറുണ്ട്. ഇങ്ങനെ കൂടുന്നതിന്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ മോർണിംഗ് സിക്നസ് ഒക്കെ അനുഭവപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് വൊമിറ്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസീസ് ഒക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ശരീരം ഭയങ്കരമായിട്ട് തണുക്കും. അതുപോലെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ വേർക്കും. കാരണം വൊമിറ്റ് ചെയ്ത് ഇതങ്ങോട്ട് പുറത്തേക്ക് പോകുന്നില്ല. അതുപോലെ തന്നെ അതിങ്ങനെ കെട്ടി നിൽക്കുമ്പോഴേക്കും ഒരുപാട് എന്താ പറയുക, വിമ്മിഷ്ടവും ഭയങ്കര ഇറിറ്റേഷനും തളർച്ചയും ക്ഷീണവും അതുപോലെ നമ്മുടെ കൈയൊക്കെ തണുത്തിരിക്കുന്നത് പോലുള്ള ഒരു അവസ്ഥയെ നിങ്ങൾക്ക് ഉണ്ടാകും. എക്സസൈസ് ചിലപ്പോൾ വൊമിറ്റ് ചെയ്യുന്നവർക്കും ഈ ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ 3 കാര്യങ്ങളുമാണ് പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ. ഇത് 3 ഉണ്ടായി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ധാരാളം വെള്ളം കുടിക്കുക. എത്രത്തോളം വെള്ളം നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബ്രീത്തിങ് എക്സസൈസും ഒക്കെ ചെയ്യുക. അപ്പം നമ്മളുടെ ശരീരത്തിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷനും അതുപോലെ ഓക്സിജൻ ഒക്കെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കും. നല്ല തോതിൽ ഓക്സിജൻ ഒക്കെ നിങ്ങളുടെ ശരീരത്തിലോട്ട് എത്തുന്നതിനും നിങ്ങളുടെ ആ ഒരു എംബ്രിയോയുടെ പ്രവർത്തനമെല്ലാം എംബ്രിയോയിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൃത്യമായിട്ട് നടക്കുന്നതിനും ഒക്കെ അത് ഒരുപാട് സഹായിക്കും കേട്ടോ. പിന്നെ എല്ലാവരും ചെയ്തു വെക്കുന്ന ഒരു കാര്യമാണ്, ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പനി, ജലദോഷം, ചുമ, തുമ്മൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യൂറിനറി ഇൻഫെക്ഷനോ എന്തോ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു അസുഖം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ഡോക്ടറെ കാണാൻ പോകുമ്പോഴേക്കും മസ്റ്റായിട്ട് അവരോട് പറയണം നിങ്ങൾ പ്രഗ്നൻസി നോക്കുന്നുണ്ടെന്ന്. കാരണം പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡിക്ക് വേണ്ടുന്ന മെഡിസിനും അതുപോലെ പ്രഗ്നൻസി അല്ലാത്തൊരു ലേഡിക്ക് വേണ്ടുന്ന മെഡിസിന്റെ ഡോസേജുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. പ്രഗ്നന്റ് ആയിട്ടുള്ളവരും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവരും ഉപയോഗിക്കാൻ പാടില്ലാത്ത മെഡിസിൻസ് ഉണ്ടാകും, ആന്റിബയോട്ടിക്സ് ഉണ്ടാകും. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ടൊരു ഡോക്ടറോട് പറയണം നിങ്ങൾ പ്രഗ്നൻസി നോക്കുന്നുണ്ട്, ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമാണിതെന്ന്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഡോസേജിലുള്ള മെഡിസിൻ മാത്രമേ നിങ്ങൾക്ക് തരികയുള്ളൂ. ഈ ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയി മെഡിസിൻ മേടിക്കാനായിട്ട് പാടില്ല. കാരണം അവിടെ ഇരിക്കുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന അറിവുകൾ പരിമിതമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറ്റുന്ന മെഡിസിൻ ഏതാണെന്നും ചിലപ്പോൾ അവർക്ക് അറിയണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു മിസ്റ്റേക്ക് ചെയ്യരുത്. ഫിസിഷ്യനെ പോയി കാണുന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് നിങ്ങൾ അയാളോട് പറയണം പ്രഗ്നൻസി നോക്കുന്നുണ്ടെന്ന് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.